ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ ലീവ് അറിയിച്ചിട്ടുള്ളത് വാവോട്ട് വേണം കൗൺസിലർ സുഗതൻ വിയ്യൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് മുഖേന അദ്ദേഹത്തിന് ഹാജരാകാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ ആക്ട് പ്രകാരം അദ്ദേഹത്തിന് 6 മാസത്തേക്ക് കൗൺസിലിൽ ഹാജരാകാൻ സാധിക്കില്ല എന്ന കാര്യം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് അദ്ദേഹത്തിന്റെ ഹാജരാകാതിരിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ ആവശ്യം ഈ കൗൺസിൽ യോഗം അംഗീകരിക്കുകയാണ്. ആദ്യത്തെ നമ്മുടെ പുതിയ ഓഫീസിനെ സംബന്ധിച്ചുള്ള പ്രപ്പോസൽ ഇത് നമ്മുടെ അവധി അപേക്ഷയുടെ കാര്യങ്ങൾ അതിലേക്ക് വരാം. അല്ല, അവർ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ. ഞാൻ അതിനകത്ത് എന്റെ അഭിപ്രായം ഞങ്ങളുടെ അവധി അത് ഞാൻ പറയാം. രണ്ടാമത് ഞാൻ അവധി അപേക്ഷയുടെ കാര്യമായിട്ട് അതിലേക്ക് വരാം. അല്ല, ശബരിമലയിൽ കൊടുക്കും. ശബരിമലയിൽ കൊടുക്കും. ഇല്ല, ഇപ്പൊ ശബരിമലയിൽ കൊടുക്കും. അല്ല, ശബരിമലയിൽ കൊടുക്കും. ഇത് പറയാൻ ശബരിമലയിൽ കൊടുക്കും. ശബരിമല സംസാരിക്കണ്ടോ? എല്ലാ വിഷയം പറയട്ടെ. ഈ അവധി അപേക്ഷ അവധി അപേക്ഷ അംഗീകരിക്കാൻ അവധി അപേക്ഷ അംഗീകരിക്കുന്നവർ കൈയുയർത്തണം. ആദ്യം പറഞ്ഞ ഓഫീസിന്റെ അവധി അപേക്ഷ അംഗീകരിക്കുന്നവർ കൈയുയർത്തണം. സുധീഷ്, കൗണ്ടറുടെ വാർഡ് കൗൺസിലർ സുധീഷ് 1. ഏത് വകുപ്പ് പ്രകാരമാണ് ജീവന്റെ ശരീരം മൈക്കോ ചെയ്യും. കൗണ്ടുകടവ് വാർഡ് കൗൺസിലർ സുധീഷ് ഉൾപ്പെടെ 51 പേർ ഈ അവധി അപേക്ഷയെ പിന്താങ്ങിയിരിക്കുന്നു. മേയറുടെ കാപ്പികൾ ഉപയോഗിച്ചിരിക്കുന്നു. വാലോട്ടോണ വാർഡ് കൗൺസിലർ സുഗതന്റെ വാലോട്ടോണ വാർഡ് കൗൺസിലർ സുഗതനെ 6 മാസത്തേക്ക് ഈ കൗൺസിൽ യോഗത്തിൽ ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. കൗൺസിലറുടെയും മാധ്യമപ്രവർത്തകരെയും ശ്രദ്ധിക്കാം. പറയാം. സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉത്തരവ് കൂടിയുണ്ട്. അതുകൂടി വായിച്ചേക്ക് പറയാം. സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉത്തരവ് നിങ്ങൾ കേൾക്കണം. സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉത്തരവ് കൂടിയുണ്ട്. 51 കൗൺസിലർമാർ അംഗീകരിച്ച സ്ഥിതിക്ക് മേയറുടെ കാത്തിങ്ങോട്ട് ഉൾപ്പെടെ കൗണ്ടുകടവ് വാർഡ് കൗൺസിലർ സുധീഷ് ഉൾപ്പെടെ ഈ അവധി അപേക്ഷയെ അംഗീകരിച്ച സാഹചര്യത്തിൽ സുഗതനെ കൗൺസിലിൽ ഹാജരാകുന്നതിൽ നിന്നും 6 മാസത്തേക്ക് സുഗതനെ ഒഴിവാക്കിയിരിക്കുന്നു. അടുത്ത കാര്യം, മാധ്യമപ്രവർത്തകരും കൗൺസിലർമാരെ ശ്രദ്ധിക്കണം. സംസ്ഥാന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് 20/7/2026 പുറപ്പെടുവിച്ച സർക്കുലർ വായിക്കുകയാണ്. സുഗതന് ഞാൻ പറയാം, ശബരിനാഥൻ UDF സർക്കാരിന്റെ സർക്കുലർ കേൾക്കണം. ശബരിനാഥൻ അങ്ങ് UDF നേതാവാണെങ്കിൽ അങ്ങയുടെ സർക്കാരിന്റെ സർക്കുലർ എന്ന് കേൾക്കണം. അതായത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കൗൺസിൽ യോഗത്തിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വിയ്യൂർ ജയിൽ സൂപ്രണ്ടിന് സുഗതൻ കൊടുത്തിരുന്ന അപേക്ഷയിൽ സംസ്ഥാന സർക്കാരിലേക്ക് അയച്ചു. ആ അപേക്ഷയിൽ സംസ്ഥാന സർക്കാരിന്റെ മറുപടി സൂചനയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിൽ യോഗങ്ങൾ പങ്കെടുക്കുന്നതിനായി എസ്കോർട്ട് പരോൾ അനുവദിക്കണമെന്ന താങ്കളുടെ കത്തിലെ ആവശ്യം സർക്കാർ നിരസിച്ചിരുന്നു. മേൽ സാഹചര്യത്തിൽ കോർപ്പറേഷൻ കൗൺസിൽ യോഗങ്ങൾ നടപടിക്രമങ്ങളിലും മറ്റും താങ്കൾക്ക് നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കുമെങ്കിലും താങ്കളുടെ കൗൺസിലർ സ്ഥാനത്തിന് അയോഗ്യത വരാതിരിക്കാൻ ജയിൽ സൂപ്രണ്ട് മുഖേന തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലിന് അപേക്ഷ സമർപ്പിക്കാൻ താങ്കൾക്ക് അനുവാദമുണ്ടായിരിക്കുന്നതാണ്. മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ച് കോർപ്പറേഷൻ കൗൺസിൽ ഈ അവധി അപേക്ഷ വോട്ടിന് അംഗീകരിക്കുകയാണെങ്കിൽ താങ്കളുടെ കൗൺസിൽ സ്ഥാനം സുരക്ഷിതമായിരിക്കുമെന്ന് അറിയിക്കുന്നു. ഇത് സംസ്ഥാന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് 2026 7-ാം മാസം 2-ാം തീയതി പുറപ്പെടുവിച്ച സർക്കുലറാണ്. സുഗതനെ ഹാജരാകാതിരിക്കാൻ വേണ്ടി അപേക്ഷ സമർപ്പിക്കാമെന്ന് ശബരിനാഥ UDF സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ സർക്കുലറാണ്. ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. തൃശൂർ ജയിൽ സൂപ്രണ്ട് മുഖാന്തരമാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഈ കൗൺസിൽ യോഗം കഴിയുമ്പോഴേക്കും മാധ്യമങ്ങൾക്ക് ഇതിന്റെ കോപ്പി തരുന്നതാണ്. കൗൺസിൽ യോഗം അടുത്ത അജണ്ടയിലേക്ക് കടക്കുകയാണ്.